Hi and welcome to the new video on industrial instrumentation and automation. In this video, I'll be discussing about instrumentation amplifier, which is one among the most important signal conditioning circuit. Okay, so last video we signal conditioning introduction different circuits are discussing important circuit instrumentation amplifier. Okay, so instrumentation amplifier already analog electronics. അതൊന്നും കൂടിയും പറയുകയാണ് ചെയ്യുന്നത് അതിൻ്റെ കോണ്ടെക്സ്റ്റ് ഒന്നും കൂടിയും എക്സ്പ്ലെയിൻ ചെയ്യാം എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം. ബാക്കി ഒരു എല്ലാ കാര്യങ്ങളും അവിടെ കവർ ചെയ്ത് പോയിട്ടുള്ളതാണ്. ഇതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളും പറയുമ്പോൾ നമുക്ക് ബേസിക് ഓപ്പ് ആമ്പിൻ്റെ കാര്യങ്ങളെല്ലാം അറിയണം. ഇപ്പോൾ വർക്കിംഗ് അത്ര ഡീറ്റെയിലേക്ക് പോകുന്നില്ലെങ്കിലും ഇത് ഏത് കോണ്ടെക്സ്റ്റിലാണ് ഇതിൻ്റെ യൂസ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറയാൻ ശ്രമിക്കുന്നുണ്ട് ഇതിൽ. ഓക്കെ, സോ ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ആദ്യം ഇതിനെക്കുറിച്ച് ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയർ എന്താണ് എന്നുള്ളൊരു ഓവർവ്യൂ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് അതിൽ എങ്ങനെയാണ് അതിലേക്ക് വന്നത്, എന്തുകൊണ്ടാണ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നതെന്ന് പറയാം. സോ ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയർ ഈസ് ആൻ ഡെഡിക്കേറ്റഡ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ വിത്ത് അഡീഷണൽ ഇൻപുട്ട് ബഫർ സ്റ്റേജ്. ഇപ്പോൾ ഒരു ഡെഡിക്കേറ്റഡ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ് ഒരു ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയർ എന്ന് പറഞ്ഞിട്ട് സിമ്പിൾ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓപ്പ് ആമ്പിൻ്റെ ഇൻപുട്ടിൻ്റെ ഡിഫറൻസിനെ ആംപ്ലിഫൈ ചെയ്ത് ഔട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. ഓക്കെ, അപ്പോൾ ഈ ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയറിന് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് അഡീഷണൽ ഇൻപുട്ട് ബഫർ സ്റ്റേജസ്. ഇൻപുട്ട് ബഫർ സ്റ്റേജസ് ഉണ്ട്. ബഫർ സ്റ്റേജ് എന്താണെന്നുള്ള ഓൾറെഡി അറിയുന്നതാണ്. ബഫർ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് തന്നെ ഔട്ടിൽ തരുന്ന ഒരു എന്താ പറയുക യൂണിറ്റി ഫീഡ്ബാക്ക് സർക്യൂട്ട് എന്നുള്ള രീതിയിൽ പറയാം, യൂണിറ്റി ഗെയിൻ സർക്യൂട്ട് എന്നുള്ള രീതിയിൽ. അത് ഉപയോഗിക്കുന്നത് മെയിൻലി എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഇംപിഡൻസ് മാച്ചിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു. സോ ദ അഡീഷൻ ഓഫ് ദി ഇൻപുട്ട് ബഫർ സ്റ്റേജസ് മേക്ക് ഇറ്റ് ഈസി ടു മാച്ച് ദ ആംപ്ലിഫയർ വിത്ത് ദ പ്രിസീഡിങ് സ്റ്റേജ്. സോ പ്രിസീഡിങ് സ്റ്റേജിനായിട്ടുള്ള ഇംപിഡൻസ് മാച്ചിങ് പോസിബിൾ ആക്കുക എന്നുള്ളതാണ് ഇതിലെ ഈ ആഡഡ് ബഫറുകളുടെ അഡ്വാൻറ്റേജ് വരുന്നത്. ഓക്കെ, സോ ഒരു സിമ്പിൾ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന് പകരം അഡീഷണൽ സ്റ്റേജസ് വെച്ചിട്ട് എന്ത് ക്യാപ്പബിലിറ്റിയും കൂടി കൂട്ടിയിട്ടുണ്ട്, ഇതിൻ്റെ ഇംപിഡൻസ് മാച്ചിങ്ങും കൂടി ബെറ്റർ ആക്കിയിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് ഗെയിൻ ക്യാൻ ബി പ്രിസൈസ്ലി സെറ്റ് ബൈ എ സിംഗിൾ ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ റെസിസ്റ്റർ. ഇതാണ് അതിൻ്റെ അടുത്തൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ഗെയിൻ ക്യാൻ ബി പ്രിസൈസ്ലി സെറ്റ് ബൈ എ സിംഗിൾ ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ റെസിസ്റ്റർ. ഇത് എന്തിനാണ് അങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഈ ഒരു ഇത് അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇതിലേക്ക് എത്തി എന്നുള്ളത് ഇനി അങ്ങോട്ട് പറയുമ്പോൾ അത് മനസ്സിലാവും. ദെൻ the high common mode rejection ratio makes this amplifier very useful in recovering small signals buried in common mode offset and noise. Okay, so common mode rejection ratio ഇതിൻ്റെ ഭയങ്കര ഹൈ ആണ്. ഇപ്പോൾ കോമൺ മോഡ് സിഗ്നലുകളിനെയും ഓഫ്സെറ്റ് സിഗ്നലിനെയും നോയ്സിനെയൊക്കെ ഇത് പെട്ടെന്ന് റിജക്ട് ചെയ്ത് നമ്മുടെ ആവശ്യമുള്ള ഡിഫറൻഷ്യൽ ഇൻപുട്ടിനെ മെയിനായിട്ട് ആംപ്ലിഫൈ ചെയ്ത് തരും എന്നുള്ളതാണ് വേറൊരു അഡ്വാൻറ്റേജ്. ആൻഡ് ദി instrumentation amplifier also has some useful features like low offset voltage, high CMR ഓൾറെഡി പറഞ്ഞാണ്, എന്നാലും ജസ്റ്റ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. ലോ ഓഫ്സെറ്റ് വോൾട്ടേജ്, ഹൈ CMRR, ഹൈ ഇൻപുട്ട് റെസിസ്റ്റൻസ്, ഹൈ ഗെയിൻ എക്സെട്ര. ഓക്കെ, and the instrumentation amplifiers are commonly used in industrial test and measurement application. Industrial test and measurement applications-ലാണ് മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് ബേസിക്കലി എ സർക്യൂട്ട് പ്രൊവൈഡിങ് ആൻ ഔട്ട്പുട്ട് ബേസ്ഡ് ഓൺ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഇൻപുട്സ്. സോ ബേസിക്കലി ഇറ്റ് ഇസ് എ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ but with added buffer stages. Okay, so finally നമുക്കതിനെ സമ്മറൈസ് ചെയ്ത് എങ്ങനെ പറയാം? ഇറ്റ്സ് എ സർക്യൂട്ട് പ്രൊവൈഡിങ് ആൻ ഔട്ട്പുട്ട് ബേസ്ഡ് ഓൺ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഇൻപുട്സ്. അപ്പോൾ ഇനി എന്തിനാണ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയർ വേണ്ടി വന്നത് എന്നാണ് പറയുന്നത്. കാരണം ഒരു സിമ്പിൾ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ പോരെ, ഇൻപുട്ടുകളെ ജസ്റ്റ് ഡിഫറൻസ് ഇൻപുട്ടിനെ ആംപ്ലിഫൈ ചെയ്ത് കിട്ടിയാൽ പോരെ എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഇത് വരുന്നത്. അപ്പോൾ അതിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളതാണ് ഇനി ഉള്ള ഇതിൽ പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് അറിയാം പലപ്പോഴായിട്ട് നമുക്ക് ചിലപ്പോൾ ടെമ്പറേച്ചർ മെഷർമെൻറ്റ് വേണ്ടി വരാം. അപ്പോൾ നമ്മൾ RTDs ആയിരിക്കും ഉപയോഗിക്കുക. ഇനി ചിലപ്പോൾ പ്രഷർ മെഷർമെൻറ്റ് ആണെങ്കിൽ സ്ട്രെയിൻ ഗേജസ് യൂസ് ചെയ്യാം. ഹ്യൂമിഡിറ്റി മെഷർമെൻറ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ തെർമോകപ്പിൾ, അങ്ങനെ പല ആപ്ലിക്കേഷൻസിനും പല ഇങ്ങനത്തെ ഡിവൈസസ് യൂസ് ചെയ്യാം. ഇതിലൊക്കെ അധികം കേസുകളിലും വിൽ ബി measuring these parameters like temperature, pressure, humidity, and it will be converted into an electrical parameter by ബ്രിഡ്ജ് സർക്യൂട്ട്സ്. ഓക്കെ, ബ്രിഡ്ജ് സർക്യൂട്ട്സ് ആണ് ജനറലി നമ്മൾ ഉപയോഗിക്കാറ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്ട്രെയിൻ ഗേജിൻ്റെ കേസിലാണ് ഇങ്ങനത്തെ രീതിയിൽ ഇപ്പോൾ ഒരു ആമായിട്ട് വരണമെന്നൊന്നുമില്ല. അപ്പോൾ ഈ ഒരു കേസിൽ കാണിക്കുമ്പോൾ ഈ ഒരു സ്ട്രെയിൻ ഗേജ് ഇതിലെ ഈ ഒരു ആം എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ചിലപ്പോൾ ചില കേസുകളിൽ എല്ലാ ആമും എന്ത് തന്നെ ആയിരിക്കാം, സ്ട്രെയിൻ ഗേജ് ആയിരിക്കാം. അപ്പോൾ അതിനനുസരിച്ച് രണ്ടെണ്ണത്തിൽ ഇൻക്രീസ് ആണ് റെസിസ്റ്റൻസ് ഉണ്ടാവണമെങ്കിൽ രണ്ടെണ്ണത്തിൽ ഡിക്രീസ് ആകുമ്പോൾ അതിനനുസരിച്ച് കാലിബ്രേഷൻ നടക്കുന്നുണ്ടാവുക. ഓക്കെ,
ഈ ഒരു കേസിൽ ഈ ഒരു ആം എന്നുള്ള രീതിയിൽ കാണിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താ, ഡിഫറൻഷ്യൽ വോൾട്ടേജ് നമുക്ക് ഇവിടുന്ന് ആംപ്ലിഫൈ ചെയ്യും. ഇതിൽ വോൾട്ടേജ് അക്രോസ് എ ആൻഡ് ബി ആണ് ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഉപയോഗിച്ചിട്ട് ഡിഫറൻഷ്യൽ വോൾട്ടേജിനെ എടുത്ത് ആംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം വരുന്നത്. ഇപ്പോൾ ഡിഫറൻഷ്യൽ എടുക്കുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ മോഡ് സിഗ്നലുകൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒഴിവാക്കാൻ പറ്റും, കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സിഗ്നൽ കിട്ടും, ട്വൈസ് സിഗ്നലൊക്കെ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ചേഞ്ച് ഇൻ വോൾട്ടേജ് ഡെൽറ്റ വി എന്നുള്ളത് 2 ഡെൽറ്റ വി ഒക്കെ കിട്ടും എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് വരുന്നത്. ഇനി പല കേസുകളിലും എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ലൊക്കേഷൻ ഓഫ് ദ മെഷർമെന്റ്സ് where the sensors are deployed are far away from the sensor. Okay, ഈ മെഷർമെന്റ് നടക്കുന്നതും സെൻസറും വെച്ചിട്ടുള്ള ലൊക്കേഷൻസ് ഭയങ്കര ഡിസ്റ്റന്റ് ആയിരിക്കാം, അപ്പോൾ അത്യാവശ്യം ദൂരം ഉണ്ടായിരിക്കാം. അപ്പോൾ അതിൽ എന്ത് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ നോയ്സ് വിൽ ബി സൂപ്പർ ഇമ്പോസ്ഡ് ഓവർ ദ മെഷേർഡ് സിഗ്നലിൽ നോയ്സ് കയറി വരാനുള്ള സാധ്യത ഉണ്ട്. ആൻഡ് ടു അവോയ്ഡ് ദിസ് ഇന്റർഫിയറൻസ് യൂസ് ഡിഫറൻഷ്യൽ മെഷർമെന്റ് ടെക്നിക്. ഓക്കെ, ഇപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഡിഫറൻഷ്യൽ മെഷർമെന്റ് ടെക്നിക്സ് ഉപയോഗിക്കാം. ആൻഡ് ബ്രിഡ്ജ് ഔട്ട്പുട്ട് വിൽ ബി ഡിഫറൻഷ്യൽ സിഗ്നൽ. ഇപ്പോൾ ബ്രിഡ്ജ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ സിഗ്നലായിട്ട് എടുത്തിട്ട് അതിനെ നമുക്ക് ആംപ്ലിഫൈ ചെയ്യാം. ആൻഡ് ദി ഡിഫറൻഷ്യൽ സിഗ്നൽ ഈസ് ആംപ്ലിഫൈഡ് യൂസിങ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. ഫോർ എക്സാമ്പിൾ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ കാണുമ്പോൾ നമുക്ക് അറിയാം ഇതൊരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ള ഓപ്പ് ആമ്പ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ഓപ്പ് ആമ്പ് യൂസ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് ഒരെണ്ണം R1ലേക്ക് വരുന്നു, ഈ ഒരു പോയിന്റിൽ നിന്നാണ് വരുന്നത്. അതേപോലെ ഈ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലോട്ട് വരുന്നുണ്ട് ഈ ഒരു പോയിന്റിൽ നിന്ന്. ഓക്കെ, എന്തായാലും ഇവിടെ നിന്നുള്ള ഡിഫറൻഷ്യൽ ഒന്ന് ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് ഇവിടെ വരുന്നത്. അത് ഈ R എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുള്ള മാർക്ക് ഇത് കാണിക്കാം. ഇതിൽ നമുക്ക് ഇപ്പോൾ ഇത് ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എ ആണെന്ന് വിചാരിക്കാം, ഇത് ബി ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് നമ്മളുടെ ഗ്രൗണ്ട് പോയിന്റ് ആണ്. അപ്പോൾ എക്കും ജിക്കും ഗ്രൗണ്ടിനും അക്രോസിലാണ് ഇവിടെ വരുന്നത് എയുടെ വോൾട്ട്. അതേപോലെ ബിയുടെ ആണ് എവിടേക്ക് എത്തുന്നത്, ഈ ഒരു പോയിന്റിലോട്ട് വരുന്നത്. ഈ രണ്ടാമതിന് ഇതിനെ ക്രോസ് എഫക്റ്റീവ്ലി നമുക്ക് ഇവിടെ കിട്ടാൻ പോകുന്ന ഒരു ഡിഫറൻഷ്യൽ വോൾട്ടേജ് ആണ്, VD എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഡിഫറൻഷ്യൽ വോൾട്ടേജിനെയാണ് ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്, ആംപ്ലിഫൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതാണ് മെയിൻലി നടക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ബ്രിഡ്ജ് സർക്യൂട്ട്, അത് കഴിഞ്ഞിട്ട് സിമ്പിൾ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ് ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത്. സിമ്പിൾ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊരു സിമ്പിൾ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. ഇതിൻ്റെ ജസ്റ്റ് ഞാനൊന്ന് ബ്രീഫായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്, ഇവിടുത്തെ വോൾട്ടേജ് വി ഔട്ട് എന്നുള്ളതിന് എക്സ്പ്രഷൻ ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അനലോഗിൽ. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ നമുക്ക് എന്താ പറയുക, വി ഔട്ട് ഈക്വൽ ടു എന്താണ് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് വി ഔട്ടിനുള്ള എക്സ്പ്രഷൻ എഴുതാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം 1-2 കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് എന്താണെന്നുള്ളത് ഒന്ന് നോക്കാം. അപ്പോൾ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ 2 ടെർമിനൽസ് ആണുള്ളത്, ഇൻവേർട്ടിങ്ങും നോൺ ഇൻവേർട്ടിങ്ങും ടെർമിനൽസ് ആണുള്ളത്. അപ്പോൾ ആദ്യം നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലത്തെ കാര്യം നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ ഈ പോയിന്റിലോട്ട് വരുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞത് VA ആണ്, മേലത്തെ ഇൻവേർട്ടിംഗിലേക്ക് വരുന്നത് VB ആണ്. അത് കടന്നു വരുന്നത് ഇവിടെ R1 കൂടി ഇവിടെ ഈ ഒരു പൊട്ടൻഷ്യൽ ഡിവിഷൻ കഴിഞ്ഞിട്ടാണ് എത്തുന്നത്. ഇവിടത്തെ വോൾട്ടേജ് ആയിരിക്കും എന്ത് സംഭവിക്കാൻ പോകുന്നത്, ഇപ്പുറത്തേക്ക് ഉള്ള രീതിയിൽ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇൻവേർട്ടിങ്ങും നോൺ ഇൻവേർട്ടിംഗ് ഉണ്ട്. അപ്പോൾ ആദ്യം നോൺ ഇൻവേർട്ടിങ്ങിന്റെ പോർഷൻ എഴുതാം. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള വോൾട്ടേജ് VA ആണെങ്കിൽ ഈ ഒരു പോയിന്റിലേക്ക് അത് എത്തുമ്പോൾ എന്താ, ഈ R4 അക്രോസുള്ള വോൾട്ടേജ്, അപ്പോൾ പൊട്ടൻഷ്യൽ ഡിവിഷൻ നമ്മൾ അവിടെ അപ്ലൈ ചെയ്യേണ്ടി വരും. എന്താ, VA മൾട്ടിപ്ലൈഡ് ബൈ ഏത് റെസിസ്റ്റൻസ് R4 ഡിവൈഡ് ബൈ ടോട്ടൽ R3 + R4. അപ്പോൾ അവിടെ ബേസിക്കലി എത്തുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R4 ഡിവൈഡഡ് ബൈ R3 + R4 ഇൻറ്റു VA, അതാണ് അവിടെ എത്തുന്ന വോൾട്ടേജ്. അത് മൾട്ടിപ്ലൈഡ് ബൈ ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താ, 1 + RF ബൈ RI എന്നുള്ള രീതിയിലാണ് പറയുക. അപ്പോൾ RF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, R2 ആണ് അല്ലേ, RI എന്ന് പറയുന്നിടത്ത് R1 ആണ് നിൽക്കുന്നത്. സോ 1 + R2 ബൈ, ഇത് ഓൾറെഡി നമുക്ക് അറിയണം, ഓപ്പ് ആമ്പിൻ്റെ സർക്യൂട്ട്സ്, ബേസിക് സർക്യൂട്ട്സിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞാലാണ് ഈ പറയുന്നത് മനസ്സിലാവുള്ളൂ.
സോ അത് നോൺ ഇൻവെർട്ടിങ്ങിൻ്റെ ഗെയിൻ ആണ് എഴുതിയത് 1+RF/RI, അതിന് പകരം R2 R1 ആണ്. അപ്പോൾ അത് ഫസ്റ്റത്തെ മൈനസ്. ഇനി രണ്ടാമത്തെ അവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല, നോൺ ഇൻവേർട്ടിംഗ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ എന്താ വരിക, VBനെ -RF/RI എന്നുള്ളത്, RFന് പകരം R2, അതിന് പകരം RI, അപ്പോൾ എന്ത് വരും, -R2/R1 -R2/R1 ഇൻറ്റു VB. ഇതാണ് നമുക്കവിടെ കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോർഷൻ എന്ന് പറയുന്നത് നോൺ ഇൻവേർട്ടിങ്ങിൻ്റെ ഗെയിൻ ആണ് കേട്ടോ, നോൺ ഇൻവേർട്ടിങ്ങിൻ്റെ ഗെയിൻ ആണ്. അതേപോലെ ഇത് എന്ന് പറയുന്നത് -R2/R1 എന്ന് പറയുന്നത് ഇൻവേർട്ടിങ്ങിൻ്റെ ഗെയിനുമാണ്. അപ്പോൾ ഈ വി ഔട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് ഇതിൽ റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതാം, സേ R4 റീഅറേഞ്ച് ചെയ്യുന്നത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി, R4/R3 ഇൻറ്റു VA ഒരു ഫോർമാറ്റിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ 1+R2/R1 വരും ന്യൂമറേറ്ററിൽ, ഡിവൈഡഡ് ബൈ 1+R4/R3 വരും ഡിനോമിനേറ്ററിൽ, മൈനസ് അതിന് മാറ്റമൊന്നുമില്ല, ഫ്രണ്ടിൽ മറ്റേ നോൺ ഇൻവേർട്ടിങ്ങിൻ്റെ മാത്രമേ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളൂ, R2/R1 ഇൻറ്റു VB. ഓക്കെ, ഇനി ഇവിടെ ഒരു കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ, സേ ഇഫ് this R4/R3 is equal to R2/R1, R4/R3 എന്നുള്ള റേഷ്യോയും R2/R1 എന്നുള്ള റേഷ്യോയും സെയിം ആയിട്ട് എടുത്ത് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ വിൽ ബി ഒബ്റ്റൈനിങ് വി ഔട്ട് ഈക്വൽ ടു അപ്പോൾ ഇതിൽ എന്താ മാറും, ഈ ഒരു ടേം 1+1 അല്ലെങ്കിൽ ഈ സെയിം ടേം ആയിട്ട് വരും അല്ലേ, 1+R2/R1 ഡിവൈഡ് ബൈ 1+R2/R1 എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം. അപ്പോൾ ഇവിടുന്ന് ക്യാൻസൽ ആയി പോകും. ബാക്കി നമുക്ക് അവിടുത്തെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്, പിന്നെ ഇതും R4/R3യും R2/R1 സെയിം ആണല്ലോ, അപ്പോൾ അതും കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. സോ സിംപ്ലി യു ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് R2/R1 ഇൻറ്റു VA മൈനസ് VB എന്നുള്ള രീതിയിൽ വരും, പ്രൊവൈഡഡ് നമ്മളുടെ റേഷ്യോ എന്താ R2/R1 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണെങ്കിൽ R4/R3ക്ക് ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടും. ഈ ഒരു എക്സ്പ്രഷൻ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കിട്ടാവുന്ന കാര്യങ്ങൾ എന്താണ്, ഈ ഫസ്റ്റത്തെ R2/R1 എന്ന് പറയുന്ന ടേം ആണ് ഇതിൻ്റെ എന്ത് ഗെയിൻ. ഓക്കെ, ഇത് അതിൻ്റെ ഗെയിൻ ആണ്. അപ്പോൾ ഈ VA മൈനസ് VB എന്താ, ഇറ്റ് ഈസ് ദ differential input or differential voltage. So differential voltage multiplied by the gain, that is the output. ഇതാണ് നമ്മളുടെ ബേസിക് റിക്വയർമെന്റ് എന്ന് പറയുന്നതും അല്ലേ. നമുക്ക് ബേസിക്കലി വേണ്ടത് എന്താ, ഡിഫറൻഷ്യൽ ഇൻപുട്ടിനെ ആംപ്ലിഫൈ ചെയ്ത് തരണം. അപ്പം അത് ഈ ഒരു സിമ്പിൾ ആംപ്ലിഫയർ, ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ, ഓപ്പാമ്പ് വെച്ചിട്ടുള്ള ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ വെച്ചിട്ട് സുഖമായിട്ട് നടക്കും. പക്ഷെ ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മളൊരു നമ്മളുടെ ഡിഫറൻഷ്യൽ മോഡ് മാത്രമുള്ളൂ എന്നുള്ളൊരു കേസിലാട്ടോ, കോമൺ മോഡ് സിഗ്നലൊന്നും ഉള്ളതായിട്ട് അവിടെ പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ വി ആർ കൺസിഡറിങ് കോമൺ മോഡ് സിഗ്നൽ, രണ്ടിലും കൂടി കോമൺ മോഡ് സിഗ്നൽ വന്ന് നിൽക്കേണ്ടത് വിചാരിക്കും. ഇവിടെ കാണിച്ചിട്ടുള്ള പോലെയാണെങ്കിൽ ഡയഗ്രത്തിൽ നോക്കുകയാണെങ്കിൽ നേരത്തെ ആണെങ്കിൽ ഈ പോർഷൻസ് ആണല്ലോ ഉണ്ടായിരുന്നുള്ളൂ. ഏത് പോർഷൻസാണ്, നമ്മളുടെ VAയും VB ഉണ്ടായിരുന്നുള്ളൂ. സേ VB ഈ പോർഷൻസേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള ഡിഫറൻഷ്യൽ വോൾട്ടേജ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം മുന്നത്തെ എക്സ്പ്രഷനിലെ VA മൈനസ് VB എന്നാണ് VD എന്ന് എഴുതാട്ടോ. ഇവിടെ അതാണ് കാണിച്ചിട്ടുള്ള VD എന്നുണ്ടാവും. ഇവിടെ കോമൺ മോഡ് സിഗ്നലും കൂടി രണ്ടിലും ആഡ് ചെയ്ത് വരുന്ന കോമൺ മോഡും കൂടി ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് VCM എന്ന് പറയുന്ന ഒരു പോർഷൻ കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടിനും കോമൺ എന്നുള്ള രീതിയിലാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കോമൺ മോഡ് സിഗ്നൽ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വി ഔട്ട് എക്സ്പ്രഷൻ ഒന്ന് മാറും. ഓക്കെ, സോ നൗ വി ഔട്ട് വിൽ ബി ഈക്വൽ ടു AD into VD plus AC into VCM എന്ന് പറഞ്ഞിട്ട് വരും. ഇത് വേണമെങ്കിൽ നമുക്ക് തൊട്ട് മുന്നത്തേൽ അവിടെ എഴുതാമായിരുന്നു, അത് എഴുതിയില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അത് ഇവിടെ ഫൈനലി നമുക്ക് കിട്ടിയ ഇത് ഈക്വൽ ടു വി ഔട്ട് ഈക്വൽ ടു എങ്ങനെ എഴുതാം, ഗെയിൻ ആണ്, ഡിഫറൻഷ്യൽ മോഡ് ഗെയിൻ ആണ്, ദാറ്റ് ഈസ് AD into VD ആണത്, ഡിഫറൻഷ്യൽ വോൾട്ടേജ് ആണ്. കാരണം ഇതിനെ ക്രോസ് വരുന്ന വോൾട്ടേജിനെ നമ്മൾ ഡിഫറൻഷ്യൽ വോൾട്ടേജ് എടുക്കുന്നു, ഈ ഗെയിനെ AD എന്നുള്ളത്. അപ്പോൾ സിംപ്ലി കോമൺ മോഡ് ഇല്ല, ഡിഫറൻഷ്യൽ മോഡ് മാത്രമില്ലെങ്കിൽ AD into VD ആണ് വരിക. പക്ഷേ കോമൺ മോഡും കൂടി വന്നായിരിക്കും എന്തും കൂടി വരും, കോമൺ മോഡ് ഗെയിനും വരും, കോമൺ മോഡ് സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യും. അപ്പോൾ ആ ഒരു റീജിയനിലേക്ക് വരും. അപ്പോൾ അതിൽ VCM എന്ന് പറഞ്ഞാൽ കോമൺ മോഡ് സിഗ്നലാണ്, VD എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യൽ സിഗ്നലാണ്, AD ഡിഫറൻഷ്യൽ മോഡിൻ്റെ ഗെയിനും AC കോമൺ മോഡിൻ്റെ ഗെയിനും ആണ് വരിക. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താ പറയുക, നമുക്ക് VA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കേസിൽ ദിസ് VA ഇവിടെ VA ഈക്വൽ ടു
VA equal to എന്താ വരിക VCM വരും കോമൺ മോഡ് പ്ലസ് VD/2 ആണ് എന്ന് വിചാരിക്കുക. ആൻഡ് അതേപോലെ VB എന്ന് പറയുന്നത് ലെറ്റ് us assume VCM മൈനസ് VD/2 ഈ രീതിക്കാണ് എങ്കിൽ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക. പ്ലസ് നമ്മൾ നേരത്തെ കണ്ടീഷൻ കൂടി എടുക്കുന്നുണ്ട്, അതായത് R4/R3 ഈക്വൽ ടു R2/R1 ഈ കണ്ടീഷനും കൂടി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ വിൽ ഒബ്റ്റെയിൻ VO ഈക്വൽ ടു R2/R1 ഇൻറ്റു VA മൈനസ് VB. ഇതാണ് നമ്മളുടെ ഇക്വേഷനിൽ. അപ്പോൾ ഇതിൽ നമ്മൾ ഈ VAക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, VBക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വി ഔട്ടാണ് VO എന്ന് പറഞ്ഞാൽ വി ഔട്ടാണ് ഉദ്ദേശിക്കുന്നത്. സോ നമുക്കത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത് എന്ത് തന്നെയായിരിക്കും, വിൽ ഒബ്റ്റെയിൻ ഓൺലി R2/R1 ഇൻറ്റു VD എന്ന് തന്നെയാണ് ഫൈനലി കിട്ടാൻ പോകുന്നത്. ഓക്കെ, സോ ഫൈനലി വി ഔട്ട് എന്ന് പറയുന്നത് ഈ കേസിലും എന്ത് തന്നെയാണ് വരുന്നത്, R2/R1 ഇൻറ്റു VD. അപ്പോൾ ഡിഫറൻഷ്യൽ സിഗ്നൽ ആയാലും കോമൺ മോഡ് സിഗ്നൽ ആയാലും കോമൺ മോഡിനെ റിജക്ട് ചെയ്തു, ഡിഫറൻഷ്യലിന് മാത്രമാണ് ഇത് ആംപ്ലിഫൈ ചെയ്യുന്നുള്ളൂ അല്ലേ. സോ ഇഫ് ദ op-amp ഈസ് ഐഡിയൽ, so here if the op-amp is ideal, it should amplify only the differential signal and should reject the common mode signal. That is seen from this equation, V out is equal to gain times the differential signal, right. അതായത് ഇവിടെ നമുക്ക് കിട്ടിയത് ഫൈനലി ഈ ഒരു രീതിക്ക് തന്നെയാണ് വന്നത്. നമ്മൾ ഇങ്ങനെ പറഞ്ഞു വന്നു കഴിഞ്ഞാലും ഔട്ട് നോക്കുമ്പോൾ ഡിഫറൻഷ്യലിനാണ് ആംപ്ലിഫൈ ചെയ്യുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു മിസ്റ്റേക്ക്, ഒരു പ്രശ്നം അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഫസ്റ്റത്തെ കേസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റർ മിസ്മാച്ച് ആണ്. റെസിസ്റ്റർ മിസ്മാച്ച് വന്നാൽ എന്ത് സംഭവിക്കുന്നുള്ളത്, റെസിസ്റ്റർ മിസ്മാച്ച്. സോ റെസിസ്റ്റർ മിസ്മാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കറക്റ്റ് ഈ പറഞ്ഞ റേഷ്യോയും കാര്യങ്ങളൊന്നും കറക്റ്റ് സെറ്റ് ആവാണ്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റേഷ്യോ എന്താ R4/R3 R2/R1 കിട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും, ദ കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ ഗെറ്റ്സ് അഫക്റ്റഡ് and it will come down. Okay, common mode rejection ratio effect ആവും, CMRR effect ആവും, and that will come down when VD is less than VCM. കോമൺ മോഡ് സിഗ്നലിനെക്കാട്ടിലും ചെറുതാണ് VD എങ്കിൽ ഭയങ്കരമായിട്ട് ഇത് എഫക്റ്റ് ആവും, ഇത് റെസിസ്റ്റൻസിന്റെ മിസ്മാച്ച് വരുന്നത്. ഓക്കെ, സോ മോർ ഈസ് ദ മിസ്മാച്ച് ബിറ്റ്വീൻ ദ റെസിസ്റ്റർ ഇഫ് മോർ ഈസ് ദ വോൾട്ടേജ് അറ്റ് ദ കോമൺ മോഡ് സിഗ്നൽ. കോമൺ മോഡ് സിഗ്നലിന്റെ വോൾട്ടേജ് കൂടുതലാണെങ്കിൽ കൂടുതൽ മിസ്മാച്ച് വരികയും ചെയ്യും. ഓക്കെ, ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം, എന്താ മോണോലിത്തിക് ഇത് ഒഴിവാക്കാനുള്ള റെമഡി ആയിട്ടാണ് പറയുന്നത് മോണോലിത്തിക് ICs നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, മോണോലിത്തിക് ICs ആകുമ്പോൾ എന്ത് മാറില്ല, റെസിസ്റ്റേഴ്സും കാര്യങ്ങളൊന്നും മാറില്ല. അപ്പോൾ അതിന് കുറച്ച് എക്സാമ്പിളുകളാണ് AD629 ആൻഡ് INA106. ഇതൊക്കെ മോണോലിത്തിക് ICs ആണ്. അപ്പോൾ ഈ റെസിസ്റ്റൻസ് ഫാബ്രിക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക ഈ ICകളിൽ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വാല്യൂ അവിടെ മാറാനുള്ള ഒരു പോസിബിലിറ്റി ഇല്ല. അപ്പോൾ അതുകൊണ്ട് ആ റെസിസ്റ്ററിൻ്റെ പ്രശ്നം നമുക്ക് അവിടെ അങ്ങനെ തീർക്കാം മോണോലിത്തിക് IC ഉപയോഗിച്ചാണ്. പിന്നെ രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the problem of the input impedance comes into picture. ഇൻപുട്ട് ഇമ്പിഡൻസിൻ്റെ ഒരു പ്രശ്നം വരാം. ഇൻപുട്ട് ഇമ്പിഡൻസ് അത് എപ്പോഴാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, if the input impedance, that is ഇവിടുത്തെ കേസിലാണെങ്കിൽ R1 ഇവിടുത്തെ ആണെങ്കിൽ R2 plus R3 ആണല്ലോ, ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ becomes comparable with the resistance of the bridge circuit. ബ്രിഡ്ജ് സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസിനായിട്ട് കമ്പയറബിൾ ആയി വരും. അതായത് എന്തിൻ്റെ ഇൻപുട്ട് impedance of this differential ampere becomes comparable with bridge resistance. ബ്രിഡ്ജ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂവിനെ ആയിട്ട് ഇതിൻ്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് കമ്പയറബിൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഡിഫറൻഷ്യൽ വോൾട്ടേജ് കുറയും, VDയുടെ വാല്യൂ കുറയാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്ക് ആക്ച്വലി ആവശ്യമുള്ള സിഗ്നലിൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറയും. അപ്പോൾ ഈ ഇൻപുട്ട് ഇമ്പിഡൻസ് എന്തായി നിൽക്കണം, ഹൈ ആയി നിൽക്കണം. സോ വി ക്യാൻ ഗോ ഫോർ ബഫർ സ്റ്റേജസ് ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഒഴിവാക്കാൻ, ദാറ്റ് ഈസ് ടു ഇംപ്രൂവ് ദ ഇൻപുട്ട് ഇമ്പിഡൻസ്
ഇൻപുട്ട് ഇമ്പിഡൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ബഫർ ഉപയോഗിക്കാം. ബഫർ ആംപ്ലിഫയേഴ്സ്, യൂണിറ്റ് ഫീഡ്ബാക്ക് ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് ഉള്ള ആംപ്ലിഫയേഴ്സ് ഉപയോഗിക്കാം. അപ്പോൾ എന്ത് കൂട്ടാൻ പറ്റും? നമുക്ക് ഇൻപുട്ട് ഇമ്പിഡൻസ് കൂട്ടാൻ പറ്റും. സോ ഫൈനലി നമുക്ക് ഇതിനൊരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ വി ക്യാൻ ഗോ ഫോർ വാട്ട്? വി ക്യാൻ ഗോ ഫോർ മോണോലിത്തിക് ഐസീസ് പ്ലസ് ബഫർ, അല്ലേ? ഐസിയും ബഫറും കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രശ്നമൊക്കെ തീർന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞു വരാം. ഇതാണ് ഫൈനലി നമുക്ക് കിട്ടുന്നത്. സിമ്പിൾ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന രീതിയിൽ പോവാം എന്നാണെങ്കിൽ, പക്ഷേ ഇവിടെ ഒരു പ്രശ്നം വരിക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മോണോലിത്തിക് ഐസികളാണെങ്കിൽ ഇതിലെ റെസിസ്റ്റൻസ് ഫിക്സഡ് ആണ്, അല്ലേ? റെസിസ്റ്റേഴ്സ് ഫിക്സഡ് ആണ്. അപ്പോൾ ഗെയിൻ എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും. നമുക്ക് ഗെയിനിനെ വാരി ചെയ്യാൻ പറ്റില്ല. ഗെയിൻ കൺട്രോൾ പോസിബിൾ അല്ല. അപ്പോഴാണ് നമ്മളുടെ എന്ത് കയറി വരുന്നത്? ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയർ പിക്ചറിലേക്ക് വരുന്നത്. സോ ഗെയിൻ അവിടെ കോൺസ്റ്റന്റ് ആയി മാറ്റാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നപ്പോഴാണ് നമ്മൾ, അല്ലെങ്കിൽ എന്ത് മതിയായിരുന്നു? ഈ സിമ്പിൾ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ മതി, അല്ലാണ്ട് വേറെ വലിയ സർക്യൂട്ടിലോട്ടൊന്നും പോകേണ്ട കാര്യമേ വരുന്നില്ല. പക്ഷേ ഗെയിൻ നമുക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വന്നപ്പോഴാണ് നമ്മൾ എന്തിലേക്ക് പോകുന്നത്? ഈ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്നുള്ള ഒരു ഇതിലേക്ക് കടന്നു വരുന്നത്. ഓക്കെ, സോ ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയറിലേക്ക് കടന്നു വരുന്നത്. സോ ഇതാണ് ഒരു ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയറിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സർക്യൂട്ടാണ് കാണുന്നത്. ഇപ്പോൾ നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫൈനൽ പോർഷൻ A3, 3 ആംപ്ലിഫയേഴ്സ് ആണുള്ളത്, A1, A2, A3. അതിൽ A3 എന്ന് പറയുന്നതാണ് നമ്മൾ ഫൈനൽ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. അപ്പോൾ അവിടേക്ക് നേരെ വരികയല്ല, പകരം എന്ത് വഴിയാണ് കടന്നു വരുന്നത്? A1, A2 എന്ന് പറയുന്ന രണ്ട് ബഫർ സ്റ്റേജസ് വഴിയാണ് കടന്നു വരുന്നത്. ആക്ച്വൽ ഡിഫറൻഷ്യൽ ഇൻപുട്ടുകൾ ഈ ടെർമിനൽസിനാണ് V1, V2. ഞാനിപ്പോൾ ഇവിടെ V1, V2 എന്നാണ് ഉപയോഗിച്ചത്. നമ്മൾ VB, VA ഇതുവരെ ഉപയോഗിച്ചിരുന്നത്. ഇവിടെ V1, V2 ആണ്, ഔട്ട്പുട്ടിന് VO എന്നാണ് കാണിച്ചിട്ടുള്ളത്. ഇത് A1 ഒരു ബഫർ ആംപ്ലിഫയർ ആണ്, A2 വേറൊരു ബഫർ ആംപ്ലിഫയർ ആണ്, A3 എന്ന് പറയുന്നത് ഫൈനൽ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. ഇതിലെ ഈ RG എന്ന് പറയുന്നത് നമുക്ക് ഗെയിൻ സെറ്റിംഗ് ആംപ്ലിഫയർ ആയിട്ട് മാറ്റാം, വാരിയബിൾ റെസിസ്റ്റൻസ് ആക്കാം. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ ഗെയിനും കൂടിയും അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് കാര്യം. ഇതിന്റെ ഗെയിനിന്റെ എക്സ്പ്രഷൻ ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഡിഫറൻഷ്യൽ വോൾട്ടേജ് ആണ്, ദാറ്റ് ഈസ് VO ബൈ V2 മൈനസ് V1 ആണ് വരിക. അപ്പോൾ അത് ഈക്വൽ ടു ഈ ഒരു എക്സ്പ്രഷൻ ആണ് കിട്ടുക, 1 + 2 R1 ബൈ RG ഇൻറ്റു R3 ബൈ R2. ഈ എക്സ്പ്രഷൻ എങ്ങനെ വന്നു എന്നുള്ളത് നമുക്ക് അത് നോക്കാം. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയറിന്റെ സർക്യൂട്ട്. സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഒരു രണ്ട് ബഫറും ഒരു എന്തും വരുന്നുണ്ട്, ഡിഫറൻഷ്യൽ ആംപ്ലിഫയറുമാണ് ഇതിൽ വരുന്നത്. സോ അതിനെക്കുറിച്ച് ഒന്ന് ബ്രീഫായിട്ട് ഞാൻ പറയുകയാണ്. ദ ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയർ ഈസ് നോട്ട് എ ജനറൽ ബിൽഡിംഗ് ബ്ലോക്ക് ലൈക്ക് ദ ഓപ്പ് ആംപ്. ഒരു സിമ്പിൾ ബിൽഡിംഗ് ബ്ലോക്ക് അല്ല ലൈക്ക് ദി ഓപ്പ് ആംപ്. ദ ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയർ ഈസ് എ ക്ലോസ്ഡ് ലൂപ്പ് ഡിവൈസ് വിത്ത് a carefully set design. Closed loop device with carefully set design. And in the circuit diagram, these op amps labeled as A1 and A2 are the input buffers. Anyway, the gain of these buffer stages are not unity because of the presence of R1. അപ്പോൾ unity gain amplifiers അല്ല, buffer amplifiers അല്ല എന്നുള്ളൊരു വ്യത്യാസമുണ്ട്. And the op amp labeled as A3 is wired as standard differential amplifier. ഇതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. R3 is connected from the output of A3 to its non-inverting input in the feedback resistor. R3 ആ ഒരു സർക്യൂട്ടിലെ ഫീഡ്ബാക്ക് റെസിസ്റ്റർ ആയിരുന്നു, and R2 എന്ന് പറയുന്നത് ഇൻപുട്ട് റെസിസ്റ്റർ ആയിരുന്നു. ഓക്കെ, so the instrumentation amplifier consists of two stages. ഇതൊക്കെ പറഞ്ഞത് തന്നെയാണ്. ഫസ്റ്റ് stage offers high input impedance to both the input signals and allows to set the gain with a single resistor. അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റേജ്. ഫസ്റ്റ് സ്റ്റേജിൽ വരുന്ന A1, A2 ആംപ്ലിഫയേഴ്സും RG ആണ്. A1, A2 ഹൈ ഇമ്പിഡൻസ് കൊടുക്കുന്നു V1 ഉം V2 നും. RG വെച്ചിട്ട് നമുക്ക് ഗെയിൻ സെറ്റ് ചെയ്യാം. ആൻഡ് ദ സെക്കൻഡ് സ്റ്റേജ് ഈസ് എ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ വിത്ത് ദ ഔട്ട്പുട്ട് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആൻഡ് ഗ്രൗണ്ട് കണക്ഷൻസ് ഓൾ ബ്രോട്ട് ഔട്ട്. അപ്പോൾ ഔട്ട്പുട്ടിൽ നമുക്ക് ഈ മൂന്ന് സാധനങ്ങളാണ് പുറത്തോട്ട് നമുക്ക് ടെർമിനൽസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഔട്ട്പുട്ടിൻ്റെ ടെർമിനൽ ഉണ്ടാവും, നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ ടെർമിനലും ഉണ്ടാവും, ഗ്രൗണ്ട് ടെർമിനലും ആക്സസിബിൾ ആയിരിക്കും. അത് ഞാൻ ഫൈനലി വരച്ച് കാണിക്കുന്നതാണ്. And input stages consist of two carefully matched op amp. അപ്പോൾ ഇൻപുട്ടിലുള്ള രണ്ട് A1, A2 എന്ന് പറയുന്നത് carefully matched ആയിട്ടുള്ള op amps ആണ്. And each input voltages V1 and V2 are applied to the non-inverting input terminal. അപ്പോൾ ആ രണ്ടെണ്ണത്തിന് നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ടിലോട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതവിടെ കണ്ടതായിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഒന്നുകൂടി നമുക്ക് കാണാം. And the op amp is configured as voltage follower and produces the instrumentation amplifier's very high input impedance. And the outputs of the op amps are connected together through a string of resistors. So the output എന്ന് പറയുന്ന ആ ഒരു കോൺഫിഗറേഷനിൽ RGക്കും പിന്നെ അവിടെ കാണുന്ന രണ്ട് റെസിസ്റ്റേഴ്സിനും അക്രോസ് ആയിട്ടാണ് വരിക. അപ്പോൾ R നിൽക്കുകയാണെങ്കിൽ അതിന് അക്രോസ് ആയിട്ടാണ് നമുക്ക് ആ ഫൈനൽ ഇത് നമുക്ക് അവിടെ റീഡ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ആൻഡ് ദ ടു റെസിസ്റ്റേഴ്സ് R1 ആർ ഇന്റേണൽ ടു ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട്. അപ്പോൾ R1 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ഇന്റേണൽ ആയിരിക്കും. ഈ RG എന്ന് പറയുന്നത് ഗെയിൻ സെറ്റിംഗ് ആണ്. It can be internal or it can be made external. Okay.
സോ ഇനി ജസ്റ്റ് ഇതിൻ്റെ ഒരു ബ്രീഫ് ആയിട്ടുള്ള അനാലിസിസിലേക്ക് വരും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇൻപുട്ട് സ്റ്റേജ് ആണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം. A1 A2 എന്ന് പറഞ്ഞിട്ടുള്ള A1 A2 എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ആംപ്ലിഫയേഴ്സ്, ബഫർ ആംപ്ലിഫയേഴ്സ് എന്നാണ് നമ്മൾ അതിനെ പേരിട്ടത്. അതവിടെ നിൽക്കുന്നുണ്ട്. ഇൻപുട്ടിൽ വന്ന് നിൽക്കുന്ന വോൾട്ടേജ് V1 ആണ്, ഇതിൻ്റെ വോൾട്ടേജ് V2 ആണ്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ നമുക്കറിയാം ഇത് ഇൻപുട്ടിലോട്ടൊന്നും ഡ്രോ ചെയ്യുന്നൊന്നും ഇല്ല. അപ്പോൾ ഇവിടുത്തെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം, നോട്ട് ചെയ്യേണ്ട ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദർ ഈസ് നോ ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യൽ ബിറ്റ്വീൻ ദി ഇൻവേർട്ടിംഗ് ആൻഡ് നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്സ്. ഇൻവേർട്ടിങ്ങും പ്ലസും മൈനസും തമ്മിൽ വോൾട്ടേജിൽ ഡിഫറൻസും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ഇവിടെ V1 ആണെങ്കിൽ ഇവിടെ എന്ത് തന്നെയാണ്, V1 തന്നെയാണ്. സോ ഇവിടെ താഴത്ത് V2 ആണെങ്കിൽ അതിൻ്റെ നോൺ ഇൻവേർട്ടിംഗ് എന്താ, V2 ആണ്. ദാറ്റ് മീൻസ് ഹിയർ യു വിൽ ഹാവ് V1 ഓവർ ഹിയർ അറ്റ് ദിസ് പോയിന്റ്. ഓക്കെ, ആൻഡ് അറ്റ് ദിസ് പോയിന്റ് യു വിൽ ബി ഹാവിങ് V2. ശരിയല്ലേ? ഇപ്പോൾ V1 ഉം V2 ആണ്. അപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ RG എന്ന് പറയുന്ന റെസിസ്റ്റൻസിൻ്റെ ടോപ്പിൽ V1 ഉം ബോട്ടത്തിൽ V2 ആണ്. ഇപ്പോൾ ഇതിൽ കൂടെ പോകുന്ന കറണ്ടും കൂടി വേണമെങ്കിൽ നമുക്കൊന്ന് അസ്യൂം ചെയ്ത് വയ്ക്കാം. ഞാൻ ഇതിൽ കൂടെ പോകുന്ന കറണ്ടിനെ IG എന്ന് വിളിക്കുന്നുണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, സോ നൗ ദ വോൾട്ടേജ് അക്രോസ് RG. ഇപ്പോൾ ഇവിടുന്ന് എന്താ എഴുതാം എനിക്ക്, വോൾട്ടേജ് അക്രോസ് RG എന്താ വരിക, വോൾട്ടേജ് അക്രോസ് RG എന്ന് പറയുന്നത് വോൾട്ടേജ് അക്രോസ് RG എന്ന് പറയുന്നത് ഈ ഇതിൻ്റെ ഡിഫറൻസ് ആണല്ലോ വരിക, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് വരിക. സോ ബേസിക്കലി എനിക്ക് അത് എന്ത് എഴുതാം, V2 മൈനസ് V1 എന്ന് എഴുതാം. ആൻഡ് V2 മൈനസ് V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് എന്നുള്ള രീതിയിൽ എഴുതുമ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം, IG ഇൻറ്റു RG എന്നുള്ള രീതിയിലും എഴുതാം അല്ലേ. അല്ലെങ്കിൽ ഓർ ഐ ക്യാൻ സേ ദാറ്റ് ദിസ് IG ഈസ് ഈക്വൽ ടു V2 മൈനസ് V1 ഡിവൈഡഡ് ബൈ RG. ഓക്കെ, അപ്പോൾ അത് അവിടുന്ന് നമുക്ക് കിട്ടുന്ന ഒരു റിലേഷനാണ് IG ഈക്വൽ ടു V2 മൈനസ് V1 ഇൻറ്റു RG. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കറണ്ട് IG എന്നുള്ള കറണ്ട് ഇങ്ങോട്ട് എൻട്രി ഇല്ല. ഐഡിയൽ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇൻപുട്ട് ടെർമിനൽസിലേക്കൊന്നും ഈ കറണ്ട് പോകില്ല. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്, ഇത് ഏത് കൂടെ പോവും, ഇത് കൂടെ ഈ 3 റെസിസ്റ്ററിൽ കൂടെ ആരെന്നെയാണ് പോകുന്നത്, IG തന്നെയാണ്. സോ IG. ഇപ്പോൾ ഫൈനലി നമ്മൾ ഇതിന് അക്രോസ് ആണ് നമ്മളുടെ വോൾട്ടേജ്, ഫൈനൽ വോൾട്ടേജ് എടുക്കുന്നതെങ്കിൽ, സോ ലെറ്റ് us assume the voltage here is VO എന്ന് പറയുന്നത് ഇതിന് അക്രോസ് ആണ് എടുക്കുന്നതെങ്കിൽ VO അപ്പം എന്തായിട്ട് വരിക, ദിസ് VO will be equal to എന്ത് എഴുതേണ്ടി വരും, VO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ മൂന്നെണ്ണത്തിൻ്റെ അക്രോസുള്ള എന്താ പറയുക വോൾട്ടേജ് ഡ്രോപ്പ് ആണല്ലോ. മൂന്നെണ്ണത്തിൻ്റെയും കറണ്ട് അറിയാം, റെസിസ്റ്ററും അറിയാം. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, എല്ലാറ്റിലും കറണ്ട് സെയിം ആണ്. IG ടൈംസ് റെസിസ്റ്ററുകൾ എന്താ വരിക, R1 പ്ലസ് RG പ്ലസ് R1 എന്ന് വരും അല്ലേ. അതായത് IG ഇൻറ്റു 2R1 പ്ലസ് RG എന്നുള്ള രീതിയിൽ വരാം. IG നമുക്കറിയാലോ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. IG എന്ന് പറഞ്ഞാൽ എന്താ, IG ഈസ് ഈക്വൽ ടു V2 മൈനസ് V1 ആണ്, ഡിവൈഡഡ് ബൈ എന്ത് വരും, RG ഉണ്ട് ഇൻറ്റു 2R1 പ്ലസ് RG. ഇതാണ് നമുക്കവിടെ കിട്ടുക അല്ലേ. അതിലൊന്ന് വേണമെങ്കിൽ RG അതിൻ്റെ ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ VO ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, V2 മൈനസ് V1 മൾട്ടിപ്ലൈഡ് ബൈ എന്ത് വരും, RG കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 പ്ലസ് 2R1 ബൈ RG അല്ലേ. ഇതാണ് ഫൈനലി നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ. ഈ ഒരു എക്സ്പ്രഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഡിഫറൻഷ്യൽ വോൾട്ടേജ് ടൈംസ് ദ ഗെയിൻ. V2 മൈനസ് V1 ഡിഫറൻഷ്യൽ വോൾട്ടേജ് ആണ്, ടൈംസ് ദ ഗെയിൻ വരും. ഈ ഗെയിനിൽ തന്നെ R1 കോൺസ്റ്റന്റ് ആണ്, എന്താണെന്ന് പറഞ്ഞു, RG ഈസ് വാരിയബിൾ. സോ RG കൺട്രോൾ ചെയ്ത് നമുക്ക് ഗെയിൻ കൺട്രോൾ ചെയ്യാം. സോ RG ഇവിടെ ഡിനോമിനേറ്ററിൽ ആയതുകൊണ്ട് RG കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്താ, ഗെയിൻ കൂട്ടാം. അപ്പോൾ അതാണ് ഇവിടുന്ന് മെയിനായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. RG കുറയുമ്പോൾ ഗെയിൻ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗെയിൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഇതിൽ നിന്ന് ബേസിക്കായിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, സോ ടു ഇൻക്രീസ് ദ വാല്യൂ ഓഫ് ദ ഗെയിൻ, ദ വാല്യൂ ഓഫ് RG ഹാസ് ടു ബി ഡിക്രീസ്ഡ്. ഇനി ഇതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റി ഗെയിൻ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. ഇതിൻ്റെ അടുത്ത സ്റ്റേജും കൂടി നമുക്കിവിടെ, ഇത് ഒന്ന് നമുക്കിവിടെ ഓർത്ത് വയ്ക്കാവുന്ന കാര്യമാണ്. എന്താ, VO ഈക്വൽ ടു V2 മൈനസ് V1. ഓക്കെ, എന്തായാലും നമുക്കിത് മാച്ചതിന് ശേഷം എഴുതാം, കാരണം ഇവിടെ ബാക്കിയും കൂടി ഞാൻ ഇതിൽ തന്നെ വരയ്ക്കാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഒന്ന് എഴുതി വെച്ചിട്ട് പോവാം. VO ഈക്വൽ ടു നമുക്കിപ്പോൾ കിട്ടിയത് എന്തായിരുന്നു, V2 മൈനസ് V1 മൾട്ടിപ്ലൈഡ് ബൈ 1 പ്ലസ് 2R1 ബൈ
RG. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇവിടെ വന്ന് നിൽക്കുന്നതിനെ ഇനി ഇതിൻ്റെ അടുത്ത സ്റ്റേജ് ഇവിടുന്ന് കണക്റ്റഡ് ആവുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക, ഇത് എളുപ്പത്തിന് ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നു. ഇപ്പോൾ എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം, നിങ്ങൾക്ക് അറേഞ്ച്മെൻറ്റിനൊന്നും ഇവിടെ വലിയ വാല്യൂം കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇവിടെ നിന്ന് 2 റെസിസ്റ്റേഴ്സ് വരുന്നുണ്ട്, 2 ഇൻപുട്ട് കണക്ഷൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആദ്യം വരയ്ക്കുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ടാകുന്ന നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുള്ളായിരുന്നു. ഔട്ട്പുട്ട് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ സ്റ്റേജ് ആണ്. അപ്പോൾ അതിലോട്ടുള്ളതാണ് ഇപ്പോൾ ഈ വരച്ചിട്ടുള്ളത്. ഇവിടെ എന്തായാലും എന്ത് വേണം, ഒരു ഓപ്പ് ആമ്പ് വേണം. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് ഫൈനലി നമ്മളുടെ എന്തുണ്ടായിരിക്കും, ഔട്ട്പുട്ട് വന്നിട്ടുണ്ടായിരിക്കും. സോ ദിസ് വിൽ ബി ദ ഔട്ട്പുട്ട് ടെർമിനൽ എന്നുള്ള രീതിയിൽ കണക്കാക്കാം. ഇനി ഇത് ഇവിടെ നിന്നാണ് കണക്ഷൻ വരുന്നത് അല്ലേ. ഫസ്റ്റ് സ്റ്റേജിൻ്റെ ഔട്ടാണ് അടുത്ത സ്റ്റേജിൻ്റെ ഇന്നായിട്ട് കണക്ഷനായിട്ട് നമുക്ക് വരുന്നത്. ഈ റെസിസ്റ്ററുകളെ ഞാൻ നമ്പർ ചെയ്യുന്നത്, ദിസ് ഈസ് നമ്പേർഡ് ആസ് R2 ആൻഡ് ദിസ് ഈസ് അഗെയിൻ R2, സെയിം വാല്യൂ ആണ്. ദിസ് ഈസ് അവർ ഇൻവേർട്ടിംഗ് ടെർമിനൽ ആൻഡ് ദിസ് ഈസ് അവർ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ. ഇനി ഇവിടെ എന്താ, ഇൻവേർട്ടിംഗിലേക്ക് എന്ത് കൊടുക്കണം, ഫീഡ്ബാക്ക് വേണമല്ലോ അല്ലേ. ആ ഫീഡ്ബാക്ക് റെസിസ്റ്റൻസും എന്ത് തന്നെയായിട്ടാണ് എടുക്കുന്നത്, യൂണിറ്റി ഗെയിൻ ആണ്. അപ്പോൾ യൂണിറ്റി ഗെയിൻ എന്ന് പറഞ്ഞാൽ ഫീഡ്ബാക്കും ഇൻപുട്ടും സെയിം ആണ്. അപ്പോൾ R2 ആണെങ്കിൽ ഇതും എന്തായിരിക്കും, R2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ടെർമിനലിനെ, ഈ ഒരു ഇതിനെ നമ്മൾ പറയുക സെൻസ് ടെർമിനൽ എന്നുള്ള രീതിയിൽ പറയും, സെൻസ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഡോട്ടഡ് ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. അതായത് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഇത് നമുക്ക് അവിടെ എന്താ ഔട്ട്പുട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ടെർമിനലാണ് എന്നുള്ള രീതിയിൽ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, ഇതും R2 ആണ്. ഇനി ഇവിടെ നമുക്ക് ഇവിടെ ഒരു ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഗ്രൗണ്ട് ത്രൂ ഒരു റെസിസ്റ്റർ, അതും R2 തന്നെയാണ്. അപ്പോൾ ഈ R2 എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഗ്രൗണ്ടഡ് ആയിരിക്കും. ഈ ടെർമിനൽ എന്ന് പറയുന്നത് നമ്മുടെ റെഫറൻസ് ടെർമിനൽ ആണ്. ദിസ് വാല്യൂ ഈസ് അഗെയിൻ R2. അത് ഞാൻ ജസ്റ്റ് ഇവിടെ മാർക്ക് ചെയ്യാം ഓരോ ടെർമിനൽസ് ഏതാണെന്നുള്ളത്. ദിസ് ഈസ് ദ സെൻസ് and this one is the output and this one is the ground or reference. Fine. So the second stage of the instrumentation amplifier is a unity gain differential amplifier. As you can see, the R2 and R1 is the same. So unity gain differential amplifier and the 3 terminals are brought out. The sense terminal gives an access to the feedback loop. So this sense terminal gives an access to the feedback loop, and the reference or terminal allows to establish the DC difference, that is the ground potential of the output. And then for normal operation, the sense terminal is directly connected to the output. For normal operation, this sense and output directly connected to the output, completing the feedback loop, and tie the reference to the ground. ഈ റെഫറൻസ് എന്ന് പറയുന്നത് ഈ പോയിന്റ് എടുത്ത് നമ്മൾ ഗ്രൗണ്ടിലോട്ടും കണക്ട് ചെയ്യും. അപ്പോൾ ഇതാണ് പറഞ്ഞത്, ഈ ടെർമിനൽസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ പോയിന്റ് നമുക്ക് ഫ്രീലി അവൈലബിൾ ആയിട്ടുള്ള ടെർമിനൽ ആയിരിക്കും. ഈ ടെർമിനൽ നമ്മുടെ കയ്യിലുണ്ടാവും, ഈ ടെർമിനൽ നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. ആ ഒരു ഇതിൽ വരുമ്പോൾ സെൻസ് എടുത്തിട്ട് ഔട്ട്പുട്ടിലേക്ക് കണക്ട് ചെയ്യുക, റെഫറൻസ് എടുത്തിട്ട് എവിടേക്ക് കണക്ട് ചെയ്യുക, ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ അതാണ് നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം എന്നാണ് പറഞ്ഞത്. ആൻഡ് ദിസ് കോൺഫിഗേഴ്സ് ദ ഔട്ട്പുട്ട് ഓഫ് എ സ്റ്റാൻഡേർഡ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. ഓക്കെ, സോ ഫൈനലി നമുക്ക് ഇങ്ങനൊരു ആംപ്ലിഫയർ കിട്ടും വിത്ത് ദിസ് ഗെയിൻ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയർ. ഇതിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, താങ്ക് യു.